ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒന്നാണല്ലോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയോ തേങ്ങയോ തേങ്ങാപ്പാലോ ശർക്കരയോ മൈദയോ ഒന്നും വേണ്ട. വെറും 2-3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയുണ്ടല്ലോ, ഇതേപോലെ നൈസായിട്ടുള്ള പൊടി എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പാൻ വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാനായിട്ട്. നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടാതെ ഈ പൊടി നല്ലവണ്ണം നമുക്കൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. മൈദപ്പൊടി വെച്ചിട്ട് എടുക്കരുത് കേട്ടോ. ഗോതമ്പ് പൊടിയോ അമൃതപ്പൊടിയും കൊണ്ടോ മറ്റോ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വളരെ വില കൊടുത്തിട്ട് ബേക്കറിയിൽ പോയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ശുദ്ധമായിട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ നല്ലത്. അപ്പം നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിലും ഒരു 5 മിനിറ്റിനകത്ത് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. അങ്ങനെ വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് തന്നെ 1/2 കപ്പ് കാഷ്നട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട്സോ ബദാമോ എടുക്കാവുന്നതാണ്. കാഷ്നട്ട് എടുത്താൽ 2 ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് 1-2 കാഷ്നട്ട് കഴിച്ചാൽ തന്നെ ടെൻഷനൊക്കെ മാറിപ്പോകുന്നതായി. ഇപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നുള്ളത്. നിങ്ങൾക്ക് വീട്ടിലെ അംഗങ്ങളനുസരിച്ചിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് ഡബിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടോട് തന്നെ 2 പ്രാവശ്യം മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നൈസായിട്ട് പൊടിച്ച് വരേണ്ട ആവശ്യമില്ല. ഇതേപോലെ കിട്ടണം. ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ പീനട്ടാണ് ഉള്ളതെങ്കിൽ പീനട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി അതേ പാനിലോട്ട് തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം, കാരമലായിട്ട് ഇത് കിട്ടണം. ആദ്യം ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒരു കളർ മാറി വരുമ്പോഴത്തേക്കും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസിക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നല്ലവണ്ണം ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞു തീ വളരെയധികം ഒന്ന് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ട് ഈ കട്ടകളെല്ലാം ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യണം. ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് വേണം നമുക്ക് തീ വീണ്ടും ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അലിയിച്ചിട്ടെടുക്കുക. ഉടനെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നടുത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഒട്ടും സൂട്ടാവുന്നില്ലെന്ന്. അതങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ നല്ലവണ്ണം സൂട്ടായി കിട്ടുന്നതാണ്. ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും 5 ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് പെട്ടെന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണേലും ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മണവും കുട്ടികൾക്കൊക്കെ കൊടുക്കും. ഹെൽത്തി ആണല്ലോ, അതിൻ്റെ പേരിലാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലവണ്ണം യോജിച്ച് വരുന്നതായിരിക്കും. ഇങ്ങനെ ഉറച്ച് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലോട്ട് നെയ്യ് വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം സ്പാച്ചിൽ വെച്ചിട്ട്. ഇല്ലെങ്കിൽ ഇത് ഉറച്ച് പോയാൽ ഇത് സെറ്റാകാൻ കിട്ടില്ല. അപ്പോൾ ആ ചൂടോട് തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തതിന് ശേഷം കത്തി കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് ഉറച്ച് പോയാൽ നമുക്ക് പിന്നീട് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ആ ചൂടോട് തന്നെ കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം മതി ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പാത്രത്തിൽ നിന്ന് ഇളകി വരുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ,
അപ്പോൾ നമുക്ക് കടകളിൽ പോയിട്ട് വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.